വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ആരംഭിക്കാം. ഇന്നലെ സെപ്റ്റംബർ 7 ആപ്പിളിൻ്റെ ഇവൻറ്റ് നടന്നിരുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 8ൻ്റെയും അതുപോലെ തന്നെ ആപ്പിൾ എയർപോർട്ട് പ്രോ സെക്കൻഡ് ജനറേഷൻ iPhone 14 സീരീസിൻ്റെയും ആയിരുന്നു ലോഞ്ച് നടന്നിരുന്നത്. എനിവേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് iPhone 14 സീരീസിൽ ഇറങ്ങിയിട്ടുള്ള മോഡലുകളും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ ഒരു iPhone 14 സീരീസിൽ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുമായിരിക്കും. എനിവേ നമുക്ക് ഈ ഒരു iPhone 14 സീരീസിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് എന്ന് തന്നെയാണ്. അത് വാച്ച് സീരീസിൻ്റെ കാര്യം എടുത്താലും എയർപോർട്ട് പ്രോയുടെ കാര്യം എടുത്താലും ഇവൻ iPhone 14 സീരീസിൻ്റെ കാര്യം എടുത്താലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ ഇന്നവേഷൻ എന്ന് കേൾക്കുകയല്ലാതെ പ്രത്യേകിച്ചൊരു ഇന്നവേഷൻ നമ്മൾ ഫോണുകളിൽ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ ആ ഒരു ഇവൻറ്റിൽ നമുക്ക് ഇന്നവേഷൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇവൻ്റാണെന്ന് പറഞ്ഞത്. പക്ഷേ അതേ സമയം തന്നെ നമുക്ക് നിരാശ നൽകുന്ന 1-2 കാര്യങ്ങൾ കൂടി ആ ഒരു ഇവൻറ്റിൽ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നിരാശ നൽകുന്ന കാര്യം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ഒരു നമുക്കൊരു ഇന്നവേഷൻ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇത്തവണയും അവർ 4 മോഡൽസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 6.1 ഇഞ്ചിൻ്റെ 14, അതുപോലെ തന്നെ 6.7 ഇഞ്ചിൻ്റെ 14 പ്ലസ്, 6.1 ഇഞ്ചിൻ്റെ 14 പ്രോ, 6.7 ഇഞ്ചിൻ്റെ 14 പ്രോ മാക്സ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള 13 മിനിക്ക് ബദലായിട്ടാണ് 6.7 ഇഞ്ചിൻ്റെ 14 പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഇറക്കിയിട്ടുള്ളത്. എനിവേ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ആ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 14ഉം 14 പ്ലസ് തന്നെയാണ്. അതായത് ഈ ഒരു മോഡൽസിലോ അല്ലെങ്കിൽ ഇതിലെ ഫീച്ചേഴ്സിലോ കാര്യങ്ങളിലല്ല നിരാശ, മറിച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള 13 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് നിരാശ. കാരണം ഒരേ പ്രൊസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള A15 ബയോണിക് ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 14ലും 14 പ്ലസ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. GPU കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറ കുറച്ചും കൂടി ലോ ലൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നാണ് പറയുന്നത്. ബാറ്ററി ലൈഫും കുറച്ചുകൂടി മികച്ച രീതിയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്കിത് എത്രത്തോളം സത്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കൂ. പിന്നീട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സിനിമാറ്റിക് മോഡ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് മറ്റൊരു വ്യത്യാസമായിട്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇതിൽ ആക്ഷൻ മോഡ് കൂടി യൂസ് ചെയ്തിരിക്കുന്നു. അതായത് കുറച്ചും കൂടി ഷേക്ക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടി വളരെ സ്മൂത്തായിട്ട് നമുക്കത് വിഷ്വൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. പിന്നീടുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് എമർജൻസി SOS വയ സാറ്റലൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതായത് നമുക്ക് ഇവൻ റേഞ്ചോ കാര്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഇവൻ മരുഭൂമി പോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കുടുങ്ങിയാലും നമുക്ക് സാറ്റലൈറ്റ് വഴി നമുക്ക് എമർജൻസി കോൾ ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ കാനഡയിലും USA-ലും മാത്രമാണ്. പിന്നീടുള്ളത് ക്രാഷ് ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ വല്ല കാർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് എമർജൻസി കോൾ ഫോൺ വഴി ചെയ്യും എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാനുള്ളത്. അല്ലാതെ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഈവൻ ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും 120 ഹെർട്സ് ആണ് എന്ന് ചോദിച്ചാൽ 120 ഹെർട്സ് അല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസം ഈവൻ ഡിസ്പ്ലേയിൽ പോലും കൊടുക്കാതെ 13 സീരീസിൽ നിന്ന് എസ്പെഷ്യലി 13 ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു 14ലേക്ക് മാറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറേണ്ട തരത്തിൽ അല്ലെങ്കിൽ മാറണം എന്നുള്ള രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു 14ഉം 14 പ്ലസ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ 14 പ്രോയുടെയും 14 പ്രോ മാക്സിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നമുക്ക് 13 പ്രോയും 13 പ്രോ മാക്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 14 പ്രോയിലും 14 പ്രോ മാക്സിലും കാണാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് ആ ഒരു ഫീച്ചേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള 13 പ്രോയും 13 പ്രോ മാക്സുമായിട്ട് ഈ ഒരു 14 പ്രോയും 14 പ്രോ മാക്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പിറകിൽ പറയത്തക്ക രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ക്യാമറ മൊഡ്യൂൾ കുറച്ചും കൂടി വലുതായി എന്നത് മാറ്റി നിർത്തിയാൽ, മറിച്ച് മുന്നിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വരികയാണെങ്കിലാണ് നമുക്ക് ഗംഭീരമായിട്ടുള്ളൊരു മാറ്റം കാണാൻ സാധിക്കുക. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന ആ ഒരു നോച്ചിനെ ഇവർ റീഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് ഒരു പിൽ ഷേപ്പ് നോച്ചാണ്. താരതമ്യേന ചെറിയ നോച്ചാണ്. പക്ഷേ ഈ ഒരു നോച്ച് ഉൾപ്പെടുത്തി എന്നതല്ല എനിക്കിതിൽ തോന്നിയിട്ടുള്ളൊരു ഫീച്ചർ, മറിച്ച് ഇതിലൊരു ഇന്നോവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡയനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. കാരണം നമുക്ക് ഈ ഒരു നോച്ചിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു. അത് സോഫ്റ്റ്വെയർ വൈസ് ആണെങ്കിലും ഹാർഡ്വെയർ വൈസ് ആണ് എന്നുള്ളത് നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത്
നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നോച്ച് ഏരിയയെ കുറച്ചും കൂടി വൈഡ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഏരിയ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. ഇനി മറ്റൊരു ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇത്രയും കാലം ഇവർ ഐഫോൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തവണ 14 പ്രോയിലും 14 പ്രോ മാക്സിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉണ്ട്. കാരണം ഇതിൽ LTPO ഡിസ്പ്ലേ ആണ് കൊടുത്തത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്ന സമയത്ത് വെറും 1 ഹെർട്സ് ആയിരിക്കും റിഫ്രഷ് റേറ്റ് വരിക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബാറ്ററി കൺസംഷനും കാര്യങ്ങളും നടക്കില്ല എന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് 2000 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്നതാണ്. അതായത് എത്ര കഠിനമായിട്ടുള്ള വെയിലത്ത് പോയി നിന്നാലും നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഈ ഒരു 2000 നിറ്റ്സ് എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ലെവൽ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ്. ഇതാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ ഒരു ഇത്തവണ വന്നപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൊസസ്സറിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ്. കഴിഞ്ഞ വർഷം A15 ബയോണിക് ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് A16 ബയോണിക് ചിപ്സെറ്റ് ആണ് വരുന്നത്. നിലവിലെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത്. തള്ളല്ല, അത് സത്യമാണ്. കാരണം നമുക്കറിയാം ഐഫോൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടും പെർഫോം ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു A16 ബയോണിക് ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് എന്തായാലും ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. iPhone 14 പ്രോയിലും അതുപോലെ തന്നെ 14 പ്രോ മാക്സിൽ മാത്രമാണ് ഈ ഒരു A16 ബയോണിക് ചിപ്സെറ്റ് ഉള്ളത് എന്ന കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. മറിച്ച് 14ലും 14 പ്ലസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള A15 ബയോണിക് ചിപ്സെറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 14 പ്രോയുടെയും 14 പ്രോ മാക്സിൻ്റെയും ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് തന്നെ ഇത്തവണ അവർ വരുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വരെ ഇറങ്ങിയിട്ടുള്ളത് 12 മെഗാ പിക്സൽ ക്യാമറ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ക്വാഡ് പിക്സലാണ് അതിൻ്റെ ആ ഒരു ചേഞ്ചസ് വരും. അതുപോലെ തന്നെ 65% ലാർജർ സെൻസറാണ് ഇത്തവണ 14 പ്രോയിലും 14 പ്രോ മാക്സിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ഇതിൽ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോ ലൈറ്റ് പെർഫോമൻസും മാക്രോ പെർഫോമൻസും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നീടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള 13 പ്രോ മാക്സിൽ സിനിമാറ്റിക് മോഡിൽ നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 30 ഫ്രെയിം പെർ സെക്കൻഡിനോടൊപ്പം തന്നെ 24 ഫ്രെയിം സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സിനിമാറ്റിക് മോഡ് എല്ലാ 14 സീരീസിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ആക്ഷൻ മോഡ് എന്ന് പറയുന്നതും എല്ലാ 14 സീരീസിനും ലഭ്യമാണ്. ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് ഷെയ്ക്ക് ആയിട്ടുള്ള സർഫേസിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിലും ആ ഒരു ഷെയ്ക്കിംഗ് ഒന്നും അധികം കാണാതെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും എന്നതും ഒരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസ് മികച്ചതാവും, അതുപോലെ തന്നെ ഡൈലൈറ്റ് പെർഫോമൻസ് മികച്ചതാവും. ക്യാമറയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു 14 പ്രോയിലും 14 പ്രോ മാക്സിലും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു 4 മോഡലുകളിലും ഒരേപോലെ ലഭിക്കുന്ന ഫീച്ചേഴ്സ് ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള ക്രാഷ് ഡിറ്റക്ഷൻ 4 ഫോണിലും ലഭ്യമാണ്. എമർജൻസി ഒസേഴ്സ് വയ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്ന ഫീച്ചർ 4 ഫോണിലും ലഭ്യമാണ്. സിനിമാറ്റിക് മോഡ് 4K 30ലും അതുപോലെ തന്നെ 24 സെക്കൻഡിലും യൂസ് ചെയ്യുന്ന 4 ഫോണിലും ലഭ്യമാണ്. പിന്നീട് ആക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഈ ഒരു 4 കാര്യങ്ങളും 4 സ്മാർട്ട് ഫോണുകളിലും ലഭ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്മാർട്ട് ഫോണിൽ അത്തരത്തിൽ കൊണ്ടുവരുന്നുണ്ടാവുക. ഒരുപക്ഷെ വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളുടെ ചരിത്രം തന്നെ മാറ്റാൻ പോകുന്ന തരത്തിലുള്ളൊരു ഫീച്ചർ തന്നെയാണ്. എനിവേ എൻ്റെ അറിവിൽ വേറെ സ്മാർട്ട് ഫോണിൽ ഇതുവരെ വന്നിട്ടില്ല. അത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഫീച്ചർ എന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ ഇറങ്ങുന്ന അതായത് US വേർഷൻ ആയിട്ടുള്ള iPhone 14, 14 പ്ലസ്, 14 പ്രോ അതുപോലെ തന്നെ 14 പ്രോ മാക്സിൻ്റെ കാര്യം കൺഫേം അല്ല, അതുകൊണ്ടാണ് ഇത് പറയാത്തത്. ഒരുപക്ഷെ അതിലും ആ ഒരു ഫീച്ചർ ഉണ്ടാകാം. ഈ സിം കാർഡ് മാത്രമേ സപ്പോർട്ട് ആവുകയുള്ളൂ. അതായത് സിം ട്രേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. നമ്മുടെ ഫിസിക്കൽ സിം കാർഡ് അതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് വെറും 2 ഈ സിം കാർഡ് മാത്രമേ നമുക്ക് ഒരേ സമയം അതിൽ യൂസ് ചെയ്യാൻ സാധിക്കൂ. എസ്പെഷ്യലി ഗൾഫിൽ നിന്നാണ് നിങ്ങൾ iPhone 14, 14 പ്ലസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ ഈവൻ ഇന്ത്യയിൽ പോലും എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ഈ സിം കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ USA വേർഷൻ എടുക്കുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്, ഫിസിക്കൽ സിം കാർഡ് നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ US വേർഷനിൽ മാത്രമാണ് മറ്റു വേർഷൻസിലൊക്കെ നിലവിൽ ഫിസിക്കൽ സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. iPhone 14 സീരീസിന്റെ പ്രൈസ് ഇന്ത്യയിൽ വരാൻ സാധ്യത എന്ന് പറയുന്നത് iPhone 14ന്
79,900 rupees-ഉം iPhone 14 Plus-ന് 89,900 rupees-ഉം iPhone 14 Pro-ക്ക് 1,29,900 rupees-ഉം iPhone 14 Pro Max-ന് 1,39,900 rupees ആണ് വരാൻ സാധ്യത. ഈ ഒരു iPhone 14 Plus ഒഴികെ ബാക്കി എല്ലാ മോഡൽസും September 16 അവൈലബിൾ ആവും. iPhone 14 Plus October 7 ആയിരിക്കും അവൈലബിൾ ആവുക. iPhone 14 സീരീസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു iPhone സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്തെന്നുള്ള കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.